എന്തിനാ അവന്മാർക്ക് തോന്നുന്ന അവന്മാര് വഴി നടത്തി കൊടുക്കും. ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ഇവര് വണ്ടി എടുത്താലല്ല ഇത് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ആക്കിയാല്. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണി മുടക്കുന്നത്, ഈ മുടക്കിപ്പിച്ചത്? ഈ നമ്മളൊക്കെ അന്യ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ആന്ധ്ര ഒക്കെ പോയിട്ടില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിനോടും എല്ലാവർക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന്. ഇപ്പൊ ഈ ചാനൽ വന്ന് ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസുകാരനോ വന്ന് നോക്കിയത് നിങ്ങൾ എവിടെ പോകാനുള്ളതാണ്. ഇപ്പൊ കൊട്ടാരക്കരത്തേക്ക് ഒരു 50 പേരുണ്ടെങ്കിൽ ആ ബസ്സിന് പറഞ്ഞു വിട്ട് ആ യാത്രയ്ക്ക് ഒരു ബസ് തടസ്സം അതാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ ഇങ്ങനെ ആളുകളിട്ട്. നമസ്കാരം. മോദി സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ, അത്തരത്തിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 24 മണിക്കൂർ ഇപ്പോൾ വലിയ പണിമുടക്ക് ഉണ്ടാകുമെന്ന് അറിയിച്ചത്. ഇപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയെ എടുത്തു നോക്കുമ്പോൾ പലയിടങ്ങളിലും വിജനമായി കിടക്കുകയാണ്. അതേസമയത്ത് ചില ആളുകൾ യാത്രകളൊക്കെ നടത്തുന്നുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേ സമയത്ത് ചിലയിടങ്ങളിൽ ചില കടകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ദയനീയം തന്നെയാണ്. കാരണം ഒരു മണിക്കൂർ കച്ചവടം നടന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കട തുറക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് പ്രതിഷേധവുമായി വന്ന് കട അടയ്ക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ അത് അടയ്ക്കാൻ തയ്യാറാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ വാടക, മറ്റ് പ്രശ്നങ്ങൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് കട അടയ്ക്കാൻ തുറക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇന്നത്തെ പണിമുടക്കിനെ സംബന്ധിച്ച് മലയാളികൾക്കുണ്ടാകുന്നത്. നിരവധി ആളുകൾക്ക് യാത്ര ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. KSRTC സർവീസ് അടക്കം ഉണ്ടാകുമെന്നാണ് അറിയിച്ചതെങ്കിലും നെയ്യാറ്റിൻകര പോലുള്ള സ്ഥലങ്ങളിൽ KSRTCയിലൊക്കെ പ്രതിഷേധക്കാർ എത്തുകയും ബസ് തടഞ്ഞു വെക്കുകയും അടക്കം ചെയ്തിട്ടുണ്ട്. KV ഗണേഷ് കുമാർ പണിമുടക്കാണെങ്കിൽ പോലും യാത്രകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഇത്തരത്തിൽ യാത്ര ഒക്കെ തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് നിരവധി ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഏകദേശം 12 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് ഈ പണിമുടക്ക്. ഇന്ന് രാത്രി അർദ്ധരാത്രി 12 മണിവരെയാണ് ഈ ഒരു പണിമുടക്ക് തുടരുന്നത്. എന്തായാലും KSRTC തമ്പാനൂർ സ്റ്റാൻഡിൽ ഇപ്പോ യാത്രകളൊന്നും ഇല്ല, സർവീസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒരുപാട് യാത്രക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. കൂടുതൽ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര നേരമായി വന്നിട്ട്? നമുക്കൊന്നും അറിയണ്ട. വണ്ടി കാത്തിരിക്കല്ലേ? ഇല്ല, നമ്മൾ വെറുതെ ചേച്ചി എത്ര നേരമായി? ഞാൻ വന്നിട്ട് കുറെ രാവിലെ വന്നത് 8 മണിയായപ്പോ എത്തി. പണിമുടക്കാന്ന് അറിയില്ലായിരുന്നു? അറിയായിരുന്നു, നാട്ടിലോട്ട് വന്നതാണ്, കാസർഗോഡ് വന്നതാണ്. അപ്പൊ എങ്ങനെയാ പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ രാത്രി 12 രൂപ തന്നെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നാളെ രാവിലെ അങ്ങോട്ട് ബസ് ഉള്ളൂ. 12 മണിവരെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? അപ്പൊ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണല്ലോ, അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. 12,500 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണത് തന്നെ. ആ പൈസ നമുക്ക് തിരിച്ചും കിട്ടത്തില്ലല്ലോ. അപ്പൊ അന്വേഷിച്ചായിരുന്നു ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്വേഷിച്ചു. ഓട്ടോറിക്ഷക്കാര് ചോദിക്കുന്ന നല്ല തുകയാണ് ചോദിക്കണം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ. അതുകൊണ്ട് എല്ലാതും കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല? ഇല്ല. എന്തിനാ പണിമുടക്കെന്ന് അറിയാമോ? എന്തിനാ അവന്മാർക്ക് തോന്നുന്ന അവന്മാര് വഴി നടത്തി കൊടുക്കും. ബുദ്ധിമുട്ടായി? നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അതായത് 12,000 രൂപ എന്നൊക്കെ പറയുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയൊന്നല്ല. പക്ഷെ ആ ഒരു തുക കൊടുത്ത് ബസ് ബുക്ക് ചെയ്തവർക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിട്ടൊരു മാർഗമായിട്ട് വരുന്നു. ഏകദേശം 12 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അമ്മ എത്ര നേരമായി ഇവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നിട്ട് ഇന്നലെ രാത്രിയിലൂടെ ഉണ്ടായിരുന്നു. അല്ല, അത് അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് റെയിൽവേ പോയി ഭക്ഷണം കഴിച്ച്, റെയിൽവേയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഷൈ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ എത്ര സമയം ഇരിക്കും? ബുദ്ധിമുട്ടാവുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ട്. അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. അത് ഞാനേ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്ന ഞാനാണ്. അപ്പൊ ജോലിക്ക് പോയിട്ട് ഇവിടെ തന്നെ രാത്രി വരുന്നത്. അപ്പൊ ഇന്നലെ പോയിട്ട് എനിക്ക് വന്നപ്പോഴത്തേക്ക് ബസ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീണ്ടും രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടിയിട്ട് വന്നു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ. ഇവർക്ക് തോന്നുമ്പോ എന്താ നിങ്ങൾ ബസ് നിങ്ങൾ വിട്ടിട്ട് ബസ്സിന് ശല്യം ചെയ്യാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. ഇന്നലെ യാത്രയുടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ബസ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും വിട്ടുകൊടുക്ക്, കടകളെ കടച്ചിട്ടോ, അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം കുടിച്ചെങ്കിലും. ഈ യാത്രക്കാർ വീടുകളിൽ ചെന്ന് പറ്റിയില്ലെങ്കിൽ എന്തിനുള്ള ബുദ്ധിമുട്ടെന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ട്.
വീട്ടില് എനിക്ക് ആരുമില്ല. എന്നെ ചേച്ചിമാര് എല്ലാരും ഉണ്ട്, അവരുടെ കൂട്ടത്താണ് നിൽക്കുന്നത്. അവര് വിളിച്ചപ്പോ എന്താ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വരാൻ പറ്റില്ല, ഇന്ന് ഇവിടെ തങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമാധാനപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ രാവിലെ വിളിച്ചായിരുന്നു, അപ്പൊ പറഞ്ഞു ബസ്സൊന്നും ഇല്ല, ബസ്സൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി മുഴുവനായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും സമരം എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ ഇതുപോലെ സമരത്തിലൂടെ നേടിയെടുത്ത ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷെ അത്തരം സമരങ്ങൾ പൊതുജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച അതാണ് നമ്മളിപ്പോ കാണുന്നത്. ചേച്ചി എത്ര സമയം എവിടെ ഇരിക്കുന്നു? 4:30 ട്രെയിൻ ഇറങ്ങിയതാ. ഞാൻ തലശ്ശേരിന്ന് വന്നതാണ്. അവിടെ സുഖമില്ലാത്ത ഉമ്മാനെ നോക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടുന്ന് എനിക്ക് സുഖമില്ലായിട്ട് ഇവിടെ എത്തിയപ്പോള് പകുതി എത്തിയപ്പോഴാണ്, കോഴിക്കോട് എത്തിയപ്പോഴാണ് ഇവിടെ ട്രെയിനിൽ പണിമുടക്കാന്ന് അറിഞ്ഞിരുന്നില്ല. ഇല്ല, അറിഞ്ഞിട്ടില്ല. അവിടുന്ന് എനിക്ക് സുഖമില്ലാണ്ടപ്പോ അവര് കയറ്റി വിട്ടു. അവിടെ ചെന്ന് നോക്കാൻ പോയപ്പം ജലദോഷം പിടിച്ചു. അപ്പൊ അങ്ങോട്ട് പോന്ന് നമുക്ക് നമ്മളെ വീട്ടിലല്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് ഹർത്താലാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താണ് മുന്നോട്ടുള്ളത്? വൈകുന്നേരം വരെ അല്ല, അതെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ഇവര് വണ്ടി എടുത്താലല്ലേ ഇത് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ആക്കിയാല്, അല്ലേ? പണിമുടക്ക് ആവശ്യമായിട്ട് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നില്ല. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. യാത്രക്കാര് പല സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടാവും, പല സ്ഥലത്തുനിന്നും രാവിലെ വന്നിരിക്കുന്നവരുണ്ടാവും, 5 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും, 4 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും, 3 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും. അവരൊക്കെ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് രാത്രി 24 മണിക്കൂർ വരെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന്റെ വാഹനമാണ് KSRTC സർവീസുകൾ അങ്ങനെ നിർത്തിവെക്കില്ല, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കില്ല പണിമുടക്ക് എന്നതൊക്കെയായിരുന്നു മന്ത്രിമാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ. പക്ഷേ ഇവിടെ കാണുന്ന സാഹചര്യം പറയുന്നതിനൊക്കെ വിപരീതമാണ്. എന്തായാലും 12 മണിക്കൂർ അധികമായിട്ട് ഈ പണിമുടക്ക് നടക്കുന്നു. ഇന്ന് രാത്രിയോടെ കൂടെ ഈ ഒരു പണിമുടക്ക് അവസാനിക്കും. പക്ഷെ ആ സമയം വരെ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ആ യാത്രക്കാരുടെ സാഹചര്യം പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. പ്രതിഷേധം ഈ കുട്ടി ചെന്നൊരു പോലീസിനെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അവർ കൈ നടത്തി കഴിച്ചു. ഒരു സപ്പോർട്ട് കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചോ എനിക്ക് വെള്ളം വാങ്ങിച്ചു കുടിച്ചു, അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. കഴിക്കാനുള്ള ഒരുപാട് കടകളിൽ അലഞ്ഞതിന് ശേഷം ഒരു കുട്ടി വെള്ളം. എവിടുന്നാണ് വരുന്നത്? ഇന്നലെയാണ് ട്രെയിനിലായിരുന്നു. അപ്പോഴും പെട്ടെന്നുള്ള രാവിലെയാണ് ഞങ്ങളാണ് തിരുവനന്തപുരത്ത്. വീട്ടിന് പോലും കൊണ്ടുപോകാനും ആളില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഇരുന്ന് അറിയിക്കുകയാണ്. ഈ പണിമുടക്ക് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു പണിമുടക്കിന്റെ ആവശ്യം എന്തായിട്ട് തോന്നുന്നു? പണിമുടക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇത് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണി മുടക്കുന്നത്, ഈ മുടക്കിപ്പിച്ചത്? ഈ നമ്മളൊക്കെ അന്യ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ആന്ധ്ര ഒക്കെ പോയിട്ടില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിനോടും എല്ലാവർക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് തന്നെ. ഇപ്പോൾ ഈ ചാനൽ വന്ന് ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസുകാരനോ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ എവിടെ പോകാനുള്ളതാണ്. ഇപ്പോൾ കൊട്ടാരക്കരത്തേക്ക് ഒരു 50 പേരുണ്ടെങ്കിൽ ആ ബസ്സിന് പറഞ്ഞു വിട്ട് ആ യാത്രയ്ക്ക് ഒരു ബസ് തടസ്സം വരുന്നത്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇങ്ങനെ ആളല്ലിട്ട് ഞാനൊക്കെ എന്ന് പറയുന്നത് എന്തെല്ലാം അസുഖത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഈ കൊച്ചു ദേഹം തറന്ന് വീഴാൻ ഞാൻ റോഡ് മുറിച്ച് അപ്പുറത്ത് പോയി ഈ കൊച്ചിനൊരു ചായ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സമരക്കാരോ ആഹ്വാനം ചെയ്തിരിക്കുന്ന മറ്റ് വലിയ ആളുകളോ ഇല്ല. ആ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവിനോ കുട്ടിയൊക്കെ ഇല്ലാതെ വരും. അല്ലാതെ ഈ സമരക്കാരും ഒന്നും ചെയ്യത്തില്ല. ഇത് പ്രഖ്യാപിച്ചാണ് പിന്നെ ചിലപ്പം നക്കാപിച്ച് അവർ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഈ കൊച്ചു ജീവിച്ചിരുന്നാൽ ഈ കൊച്ചു 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിവുള്ളവളായിരിക്കും. അതുകൊണ്ട് ഈ സമരം ഈ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അറിഞ്ഞില്ലേ? നമ്മൾ കാശിയിൽ പോയിട്ട് വന്നേനെ പുണ്യം മേടിച്ചോണ്ട് നമ്മളെ നാട്ടിൽ വന്നപ്പോൾ തന്നെ പുണ്യവും പോയി, എല്ലാം പോയി. ഇനി എപ്പോഴാണ് വീട്ടിൽ എത്തുന്നത്? സ്വന്തം നാട്ടിൽ നിന്ന് 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വണ്ടി തയ്യാറല്ല. അവർക്ക് പേടിയാ. വണ്ടി അടിച്ച് വിളിച്ച് 2000 രൂപ കൊണ്ടൊരു വണ്ടി നന്നാക്കാൻ പറ്റത്തുണ്ടോ? ഇവിടെ ഇരിക്കാം. എവരെ സമരക്കാരെ സമരം തീരുന്നവരെ ഇവിടെ ഇരിക്കാം. ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഈ ചുറ്റു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു 5 കിലോമീറ്റർ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ്. ഇത്രയും ലോങ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ലോങ്ങുള്ള ആളുകളും DLCന് വോട്ട് കൊടുക്കുന്നുണ്ട്,
ലൊക്കാലിറ്റി തിരുവനന്തപുരം നഗരസഭയിലകത്തുള്ളവരും വോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇനിയുള്ള മന്ത്രിസഭ വരാനുള്ള തിരഞ്ഞെടുപ്പിനെല്ലാം ഈ തിരുവനന്തപുരത്ത് അകത്തുള്ളവരൊന്നും വോട്ട് ചെയ്താൽ മതിയല്ലോ. ഈ ലോങ്ങുള്ളവരാരും വോട്ട് ചെയ്യണ്ടല്ലോ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം മനുഷ്യരെ ബുദ്ധിമുട്ട്. പക്ഷേ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ മുട്ടിപ്പിക്കരുത് എന്നാണ്. എന്നിട്ട് ഇരിക്കുന്നവരെല്ലാം കണ്ണീരും കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇത്രയും സംസാരിക്കാൻ എനിക്ക് ശക്തി കിട്ടുമെന്ന് പറഞ്ഞാൽ റോഡിൽ പോയി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് ചായ മേടിച്ച് കുടിച്ചതിന് ശേഷമാണ് ഞാനത് പറയുന്നത്. ഞാനും ഇപ്പോൾ 2 ഗുളിയൊക്കെ തിന്ന് തിരികെ നല്ല പനിയുമുണ്ട്. അപ്പൊ ഈ സമരക്കാരോട് പറഞ്ഞിരുന്നോ ഞങ്ങൾ ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് വന്നെന്ന് പറഞ്ഞല്ലോ. ഒരു മാസത്തിന് മുൻപേ അല്ലെങ്കിൽ 15 ദിവസത്തിന് മുൻപേ ഇങ്ങനെ ഒരു പണിമുടക്കുണ്ട് എന്നൊരു സൂചന നൽകിയിരുന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയ കാശ് ദൈവനാണ് ഞാനത് ഈ പണിമുടക്കുണ്ടെന്ന്. എങ്കിൽ ഞാൻ ചെന്നൈ തന്നെ നിന്നിരുന്നു. നാളെ വരത്തുള്ളായിരുന്നു. നമുക്ക് ചെന്നൈ കോട്ടയൊക്കെ കണ്ടിട്ട് വന്നാൽ പോരായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയാണ്. 6 മണി വരെ രാത്രി 12 മണി വരെ ഇരിക്കണോ? ശരിയെന്നാ ഞങ്ങൾ 6 മണിക്കാണ് വന്നത്. അപ്പോ സർവീസ് ഉണ്ടായിരുന്നു. ഒരു പമ്പ വണ്ടി പോയി. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ വണ്ടി സ്റ്റാർട്ടിങ് ഇറങ്ങി പൊക്കളഞ്ഞ്. പിന്നെ വണ്ടി പോയില്ല. പിന്നെ ഒരു വണ്ടി 10, 45, 50 പേരെ കണ്ടോണ്ട് നമ്മളെ മുകളിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പം ബുദ്ധിമുട്ടിക്കണമെന്ന് ഇട്ടു. പക്ഷെ സമരക്കാർ വണ്ടീനെ തടയുകയാണ് ചെയ്തത്. വണ്ടി ഇട്ടില്ല.